അന്യമീ ജീവിതത്തിൽ എന്ന് പറയുന്നത് പ്രാകൃത പ്രകൃതിയിൽ നിന്ന് ദിവ്യപ്രകൃതിയിലേക്ക് നമ്മൾ ഉയരണം എന്നതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് പറയുന്നത്. പണ്ടത്തെ ആളുകൾ പറയാറുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് കണ്ണാടിയിൽ നോക്കണം എന്ന്. വളരെ ചെറുപ്പത്തിൽ അങ്ങനത്തെ ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കണ കാലത്ത് കണ്ണാടിയിൽ നോക്കാൻ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ അടുത്ത വീട്ടിൽ നിന്ന് ഒരു കാര്യം കൊടുത്തു വരാനാണെങ്കിൽ പോലും കണ്ണാടിയിലൊന്ന് നോക്കണം എന്ന് പറയും. അതിൻ്റെ അർത്ഥതലങ്ങളെ പറ്റി പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ചെന്ന് പലതും കാണുമ്പോഴാണ് ഇതിന് വളരെ മീനിങ് ഉണ്ട് എന്ന് അറിയുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് പല ചിന്തകളും വരുന്ന ഏരിയൽ ആണ് മുടി. അതുകൊണ്ടാണ് ഒരു ചീർപ്പ് വെച്ചിട്ട് മുടി ഒന്ന് ചീന്തി വെക്കണം എന്നാണ്. മുടി ഇങ്ങനെ കപ്പറന്ന് കൊണ്ട് മുടി ഇടരുത്. മുടി ഒട്ടും ശ്രദ്ധിക്കാതെ അശ്രദ്ധമായി ഇട്ടിട്ട് ഉള്ള വ്യക്തികൾക്ക് നെഗറ്റീവ് ഏരിയൽ അവർ സ്വീകരിക്കും. അവരുടെ ജീവിതം നോക്കിയാൽ മനസ്സിലാവും. ചില വ്യക്തികളുടെ ഇന്റർവ്യൂ ടി വിയിൽ കാണുമ്പോഴേ മനസ്സിലാവും. തലമുടിയും ഒക്കെ പാറി പറന്ന് കണ്ട വ്യക്തി അവർ അസ്വസ്ഥരായിരിക്കും. ഈ ലോകം മുഴുവൻ തീ കൊളുത്തി നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ അസ്വസ്ഥരായിരിക്കും. അവർ പറയുക, സ്നേഹമാണ് എൻ്റെ ഹൃദയത്തിനകത്ത്, വാത്സല്യം. സ്നേഹമില്ലാത്ത തത്വശാസ്ത്രത്തെ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ അവർ വെറുതെ പറയുന്നതാണ്. ഒന്ന് മുടി ചീകി വെക്കണം. കണ്ണാടിയിൽ ഞാൻ അങ്ങനെ ഒന്ന് നോക്കും. ഞാൻ കണ്ണാടിയിൽ നോക്കാത്തത് അത്ര വലിയൊരു ഭംഗിയൊന്നും എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് ഇതിലുള്ള വേറെ കാര്യം. കുറച്ച് നിരാശ തോന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ധന്യമീ ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ മുടി ഒന്ന് ഒതുക്കി വെക്കാനായിട്ട് ചിലപ്പോൾ എന്നോട് ക്യാമറാമാൻ പറയും, ഞാനത് ചെയ്യാറുണ്ട്. ആ കണ്ണാടിയിൽ നോക്കി മുഖം കാണുന്ന പോലെ മനോമുകുരം എന്നൊരു മുകുരമുണ്ട്. മനസ്സിലൊരു കണ്ണാടിയുണ്ട്. ആ മനസ്സിനകത്തെ കണ്ണാടിയിൽ നമ്മൾ ചെയ്ത നന്മകൾ അതിലുണ്ടാകണം. നാം അതിൽ മനോമുകുരത്തിൽ കാണണം. ഇന്നെന്ന കാര്യം ആരോടും പറയണ്ട. ഇന്നെന്ന സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തു, ഇന്ന ആളെ സഹായിച്ചു, ഇന്ന കുട്ടിയെ പഠിപ്പിക്കാൻ ഞാൻ സഹായിച്ചു. നാം ചെയ്ത സഹായങ്ങളെക്കുറിച്ച് മനോമുകുരത്തിൽ കാണണം. ചെറിയ കുട്ടിയോട് സ്കൂളിൽ പോകുന്നത് അത് കാണുന്ന തന്നെ ഒരു ഭംഗിയാണ്. ആ കുട്ടിയോട് സ്കൂളിൽ പോകുന്നത്. ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ നോക്കിയാണ്, അച്ഛനും അമ്മയും സെപ്പറേറ്റാ. ഞാൻ ആലോചിച്ചത്, അവർക്ക് ഈ കുട്ടി സ്കൂളിൽ പോകുന്നത് കാണാൻ യോഗം ഉണ്ടായില്ലല്ലോ എന്നാണ്. ജീവിതത്തെ മനോമുകുരത്തിൽ കാണുന്നവരുണ്ട്. ഒരർത്ഥത്തിൽ പുരാണ കഥാപാത്രങ്ങൾ വാൽമീകി മുതൽക്ക് പലരും വരാൻ പോകുന്നവർ മുമ്പേ കണ്ടിരുന്നു. ഇത് നമുക്കും കഴിയും. ശ്രീരാമനും സീതയായിട്ട് വേർപിരിഞ്ഞ് സീത ഇവിടെ വരുന്ന വാൽമീകിക്ക് ഇവരുടെ കല്യാണത്തിന് മുമ്പ് അറിയാം. വാൽമീകിക്ക് ഇതറിയുമെങ്കിൽ ജീവിതത്തെക്കുറിച്ച് നമുക്കും ഇതറിയണ്ടേ? മനോമുകുരത്തിൽ നമ്മൾ കാണണ്ടേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്? അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിലും അന്യരുടെ ജീവിതത്തെക്കുറിച്ച്. ഈ മനോമുകുരം എന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം, തിയോസഫി സൊസൈറ്റി, ബ്രഹ്മവിദ്യാസംഘം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
കോഴിക്കോട് അതിൻ്റെ പതിവായിട്ട് അതിൻ്റെ മീറ്റിങ്ങുകൾ ഉണ്ടാകും. മാസത്തിലൊരിക്കലും ആഴ്ചയിലൊരിക്കലൊക്കെ. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു. അപ്പം അതിൽ ഒഴിവ് കിട്ടുന്ന കാലത്ത്, ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്, പതിവായിട്ട് അതിൽ വരുന്നവരുണ്ട്. മഞ്ചേരി സുന്ദരരാജ് അവരൊക്കെ അതിൻ്റെ പ്രവർത്തകനായിരുന്നു. അപ്പം ഡിസ്കഷൻ ഉണ്ടാവും. ആ ഡിസ്കഷനിൽ പോയിട്ട് തിയോസഫിയെക്കുറിച്ച്, ബ്രഹ്മവിദ്യയെക്കുറിച്ച് ഞാനും സംസാരിക്കാറുണ്ട്. അത് ചെയ്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അതിൽ സംസാരിക്കാനായിട്ട് ധാരാളം വായിക്കേണ്ടി വന്നു. പരമഹംസര്, സ്വാമി വിവേകാനന്ദൻ മുതൽക്ക് ഏറ്റവും അധികം വായിച്ചത് മാഡം ബ്ലവാട്സ്കി. ഇന്ത്യക്കാരിയല്ല, തിയോസഫിയുടെ വലിയ പ്രവർത്തകയായിരുന്നു. അവര് പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ വലിയ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിച്ചാലേ ഗുണമുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു, പരീക്ഷയ്ക്ക് ചോദ്യം വന്നതിൻ്റെ മാത്രം ഉത്തരം എഴുതി, അതല്ല ജീവിതം. ബ്ലവാട്സ്കി ഒരു തവണ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ ഒരു പൊതിയുണ്ട്. അപ്പോൾ ഈ പൊതിയിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ജനവാതിലൂടെ ഇങ്ങനെ പുറത്തേക്കിടും. അന്നത്തെ കാലത്ത് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റാണ്. ആ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തവർക്ക് അന്നത്തെ യാത്രയെക്കുറിച്ചിട്ട് അറിയുകയുള്ളൂ. ഞാൻ ആദ്യം തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന കാലത്ത് ഡയറക്റ്റ് വണ്ടിയേ ഇല്ല. പട്ടാമ്പിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നേരിട്ട് ട്രെയിനേ ഇല്ല. എറണാകുളത്ത് നിന്ന് വണ്ടിയൊക്കെ മാറിക്കയറണം. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉണ്ടാവും. ഒരു ദിവസത്തെ യാത്ര വേണം അങ്ങോട്ട്. ആദ്യം വാരാണസിക്ക് പോയപ്പോഴും ഇതേമാതിരി സൗകര്യമൊന്നുമില്ല. അപ്പം ബ്ലവാട്സ്കി യാത്ര ചെയ്ത കാലത്ത് ഇതുപോലെ ഈ പൊതിയിൽ നിന്ന് ഓരോന്നെടുത്ത് പുറത്തേക്ക് ഇടും. അപ്പൊ കൂടെയുള്ള ആളുകൾ ശ്രദ്ധിച്ചു. അങ്ങനെ ഇവരോട് ചോദിച്ചു, എന്താ മേഡം ഒരു പൊതിയിലൊരു സാധനം കൊടുത്തിട്ട് പുറത്തേക്ക് ഇടുന്നു? ഇത് ചില വിത്തുകളാണ്. അതെന്തിനാ അങ്ങനെ പുറത്തേക്ക് ഇടണം? ആ വിത്തുകൾ അവിടെ കിടന്ന് മുളയ്ക്കും. ആ വിത്തുകൾ അവിടെ കിടന്ന് മുളച്ച് എന്നിട്ടോ ഭാവിയിൽ അത് വലിയ മരമായിട്ട് വരും. അത് മിക്കവാറും മരങ്ങളൊക്കെ ആരോ ഒരാൾ ഇതേമാതിരി വിത്ത് നിക്ഷേപിച്ചുകൊണ്ടാണല്ലോ മരങ്ങൾ ഉണ്ടാവുന്നത് മുഴുവൻ. തുടർന്ന് ബ്ലവാട്സ്കി പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ എന്നെ എപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ട്, ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നിട്ടോ അതുമല്ല ധാരാളം പൂക്കൾ ഉണ്ടാവും. കിളികൾ വരും, കിളികൾ കൂടുകൂട്ടും. ചില വൃക്ഷങ്ങളിൽ മനുഷ്യന് ഭക്ഷിക്കാവുന്ന കായകൾ ഉണ്ടാവും. ഈ വിത്തുകളൊക്കെ മുളച്ചോളുന്നില്ല, ചിലത് മുളയ്ക്കും. ഒന്ന് മുളച്ചാൽ മതിയല്ലോ. ആ തണലത്തെ ആളുകൾ വന്ന് ഇരുന്ന് നടന്നു വന്ന് വിശ്രമിക്കും. അപ്പൊരൊറ്റ ചോദ്യം, മേഡം ഇനി ഈ വഴിക്ക് വരില്ല, ഇനി മടങ്ങില്ല. അത് വൃക്ഷങ്ങളാവണമെങ്കിൽ ഒരു 10-20 കൊല്ലൊക്കെ ആവും. എല്ലാം വൃക്ഷങ്ങളാവില്ല. ആവില്ല, ഞാൻ വരണ്ട. ആ തണലത്ത് ധാരാളം പേര് വിശ്രമിക്കും. അത് ശരി. എന്നിട്ടോ ധാരാളം പൂക്കൾ ഉണ്ടാവും. ചില വെയിലാറിയ നേരത്തൊക്കെ ആ പൂക്കൾക്ക് ഭയങ്കര ഭംഗിയായിരിക്കും. അങ്ങോട്ട് വിവരണം തുടങ്ങി. ചില വിത്തുകൾ മുളച്ചിട്ട് വലിയ മരമായാൽ അതിൽ നല്ല കായ്കറികൾ ഭക്ഷിക്കാറുണ്ടാവും. മേഡം ഇതൊന്നും മേഡത്തിന് കാണാൻ യോഗം ഉണ്ടാവില്ലല്ലോ, നമ്മൾ ഈ വഴി ഇനി വരില്ലല്ലോ. വാർത്തയ്ക്ക് പറഞ്ഞു, നമ്മൾ എന്തിനാ ഈ വഴി വരുന്നതിന്? ഞാനിതൊക്കെ മനോമുകുരത്തിൽ കാണും. അതുപോലെ നീ വരും വേണ്ടൊക്കെ അത് കാണും വേണ്ട. വരുന്ന സമയത്ത് ഞാൻ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ തട്ടി വിളിച്ചാൽ ഞാൻ ഈ കാഴ്ച കാണാൻ വേണ്ടി ഞാൻ എറിഞ്ഞ വിത്തുകൾ ഇതിങ്ങനെ വലിയ വൃക്ഷമായി, അതൊന്നും വേണ്ടെന്ന്. മനോമുകുരത്തിൽ കാണും. മഹാന്മാരായ വ്യക്തികൾ, റെക്കി ചെയ്യുന്നവര്, അവര് മനോമുകുരത്തിൽ ഓരോന്ന് കണ്ടാൽ ദൈവം അതിനെ പ്രാവർത്തികമാക്കും. അതുകൊണ്ടാണ് കുട്ടികളൊന്ന്, വലിയച്ഛ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ,
വല്യച്ഛൻ എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെന്നല്ല ഇവിടെ ചോദ്യം. പോടാ പോയി പരീക്ഷ എഴുത്. വല്യച്ഛൻ സങ്കല്പിക്കും, മനോമുകുരത്തിൽ കാണും. മനോമുകുരത്തിൽ കാണുന്നത് ദൈവം പ്രാവർത്തികമാക്കി തരും. നമ്മൾ സജഷൻ വെക്കുകയാണ്, നമ്മളിത് കാണണമെന്നില്ല. ഒരു തൈ വെക്കുമ്പോൾ അതിന് കായ പക്ഷിക്ക് തെങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കായ ആർക്കാ കിട്ടുക? ഞാൻ ഇപ്പൊ തെങ്ങ്, എന്റെ തൊടിയിൽ തെങ്ങുകളൊന്നും ഞാൻ വെച്ചതല്ല. 50 കൊല്ലം മുമ്പ് ഇവിടെ തെങ്ങ് വേറെ ആൾ വെച്ച തെങ്ങുകളാ. അതിന്റെ ഗുണം ആർക്കാ കിട്ടുന്നത്? നമുക്കാണ് കിട്ടുന്നത്. നന്മ ചെയ്തതിന്റെ ഗുണം കണ്ടുവോ? എന്റെ കണ്ണിൽ കാണണം, വേണ്ട. മനോമുകുരത്തിൽ കണ്ടാൽ മതി. വെറും കണ്ണാടി നോക്കുക എന്നുള്ളതിന്റെ അർത്ഥത്തിൽ നിന്ന് മാറി വളരെ സൂക്ഷ്മമായ അർത്ഥതലങ്ങൾ ഉണ്ട്. നന്മകൾ ചെയ്യുന്നു, കുട്ടികളെ സ്നേഹിക്കുന്നു, നമ്മുടെ സ്നേഹം അവർ തിരിച്ചറിഞ്ഞോളും. നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ സകല ചരാചരങ്ങളും നമ്മുടെ സ്നേഹം തിരിച്ചറിയും. ഏത് ജീവി, കാക്ക വരുമ്പോ നമ്മൾ കൈകൊണ്ട് തന്നെ കാണിച്ചാൽ പറക്കൊന്നുമില്ല, അവിടെ ഇരിക്കും. ചിലപ്പോ ഒന്ന് ചാടിയിട്ട് അവിടെ തന്നെ ഇരിക്കും. ഇയാളിപ്പൊ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലാനൊന്നും പോകുന്നില്ല എന്ന് കാക്കക്കറിയാം. ഒരു കാക്കയെ കൊല്ലാനായിട്ട് തോക്കുമായിട്ടിരിക്കും. ദുശ്ചിന്തയോടുകൂടി ഇതിനെ കൊല്ലണം എന്നുള്ളത് മനസ്സിലാലോചിക്കും. കാക്ക പിന്നെ അവിടെ എവിടെയും കാണില്ല. നായപിടുത്തക്കാരെ കണ്ടാൽ നായകൾ ആ ഭാഗത്തേ ഉണ്ടാവില്ല. അവര് എങ്ങനെ അറിയണു ഈ നായപിടുത്തക്കാരെ തിരിച്ചറിയണത്? ഇപ്പൊ നായപിടുത്തമില്ല, പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ മനോമുകുരം വീട്ടിലെ കണ്ണാടിയിൽ അടക്കം നോക്കണം. നമ്മൾ ചെയ്ത ചെയ്തികളെ കുറിച്ച് മനോമുകുരത്തിൽ കാണുന്നത് ഒരു സന്തോഷമല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.